അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ലിസാൻ്റെ 3ാമത്തെ പാഠം പഠിക്കുകയാണ്. പാഠത്തിൻ്റെ പേര് സജദ്ന ശുക്രൻ ലില്ലാ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ 1, 2 പാഠങ്ങൾ പഠിച്ചു. അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കുറേ കുട്ടികൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി അയച്ചു തന്നു. ഇനി തരാത്തവരെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് 3ാമത്തെ പാഠത്തിലേക്ക് പോവാണ്. എന്താ പേര്? സജദ്ന ശുക്രനില്ല. അള്ളാഹുവിനോടുള്ള ശുക്ർ കാരണമായിട്ട്, നന്ദി കാരണമായിട്ട് നമ്മൾ സുജൂദ് ചെയ്തു എന്നാണ് പാഠത്തിൻ്റെ അർത്ഥം. ഇനി നമ്മൾ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന്. ജാഅൽ ഉസ്താദ് വന്നു. ഫഖുംന, അപ്പം ഞങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. ഇജ്ലാലൻ ലഹു, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണമായിട്ട്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ, ഉസ്താദുമാരൊക്കെ വരുമ്പോൾ, മാഷുമാരൊക്കെ വരുമ്പം ആദരവ് കാരണമായിട്ട് എഴുന്നേറ്റ് നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ നല്ല മക്കളാവുമ്പം ഉസ്താദുമാരോടും ടീച്ചേഴ്സിനോടൊക്കെ ബഹുമാന ആദരവൊക്കെ ഉള്ളവരായിരിക്കണം. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഉസ്താദ് വന്നപ്പോൾ ബഹുമാനം കാരണമായിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഇജ്ലാലൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചുവന്ന നിറത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുക, ഇജ്ലാലൻ എന്ന് പറഞ്ഞാൽ ബഹുമാനം കാരണമായിട്ട് കേട്ടോ. നിസുമ്മ ഖറജന, പിന്നെ ഞങ്ങൾ പോയി. ഇലാ ബൈത്തി സ്വാഹിബിന, ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ലി അയ്യാദത്തിഹി, അവനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. വദഅൽ ഉസ്താദ്, അങ്ങനെ സന്ദർശിക്കാനൊക്കെ പോയി. അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തു? ചിലപ്പോൾ അവൻ്റെ വീട്ടുകാർ ചായയൊക്കെ തരില്ലേ, അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ തമാശയും പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ. നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് ഷിഫാഇന് വേണ്ടി ദുആ ചെയ്യണം അല്ലേ. അങ്ങനെ വദഅൽ ഉസ്താദ് ദുആ ചെയ്തു. റഗ്ബത്തൻ ഫി ഷിഫാ ആഗ്രഹിച്ചത് കാരണത്താൽ അല്ലേ. അപ്പോൾ ഷിഫയാകും, ആ സുഹൃത്തിന് രോഗം ഭേദമാകും എന്ന ആഗ്രഹം കാരണമായിട്ട്, എന്ന പ്രതീക്ഷ കാരണമായിട്ട് ഉസ്താദ് എന്ത് ചെയ്തു? ദുആ ചെയ്തു. അപ്പോൾ റഗ്ബത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ കാരണത്താൽ, ആഗ്രഹം കാരണത്താൽ. ഇജ്ലാലൻ എന്തായിരുന്നു? ബഹുമാനം കാരണത്താൽ. റഗ്ബത്തൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ കാരണത്താൽ. സുമ്മ ഖറജന, പിന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഫനസലൽ മത്റു, ആ സമയത്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. ഫനശർന ശംസിയത്ത്, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? കുട നിവർത്തി. ഖൗഫൻ മിനൽ ബലലി, നനയുമെന്ന ഭയം കാരണത്താൽ. ഖൗഫൻ എന്ന് പറഞ്ഞാൽ പേടി കാരണത്താൽ. മിനൽ ബലലി, നനയുമെന്ന പേടി കാരണത്താൽ ഞങ്ങൾ എന്ത് ചെയ്തു? കുട നിവർത്തി. അപ്പോൾ ഇജ്ലാലിന് എന്തായിരുന്നു? ബഹുമാനം കാരണത്താൽ. റഗ്ബത്തൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാരണത്താൽ. ഖൗഫൻ എന്ന് പറഞ്ഞാലോ ഭയം കാരണത്താൽ. സുമ്മ ദഖൽന, പിന്നെ ഞങ്ങൾ പ്രവേശിച്ചു. അൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചു. വസ്വല്ലൈന റക്അത്തൈൻ, അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു അല്ലേ. തഹയ്യത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു. എന്തിനാണ് നിസ്കരിച്ചത്? തഹയ്യത്തൻ ലിൽ മസ്ജിദി, പള്ളിയോടുള്ള ഒരു അഭിവാദ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടാൽ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി സലാം പറയും അല്ലേ. എന്നാൽ പള്ളിയിൽ കയറിയാൽ നമുക്ക് പള്ളിയോട് സലാം പറയുകയാണോ ചെയ്യുക? അല്ല. പള്ളിയോടുള്ള അഭിവാദ്യം എന്താണ്? 2 റക്അത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ എന്തിനാണ് നിസ്കരിച്ചത്? തഹയ്യത്തൻ ലിൽ മസ്ജിദി, പള്ളിയോടുള്ള അഭിവാദ്യം കാരണമായിട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ചുവന്ന നിറത്തിലുള്ളത് ഇജ്ലാലൻ ബഹുമാനം കാരണത്താൽ, റഗ്ബത്തൻ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ കാരണത്താൽ, ഖൗഫൻ ഭയം അല്ലെങ്കിൽ പേടി കാരണത്താൽ, തഹയ്യത്തൻ അഭിവാദ്യം കാരണത്താൽ. വഖറഅന സൂറത്ത് സ്വാദ് അല്ലെ, സ്വാദ് സൂറത്ത് ഞങ്ങൾ ഓതി. ഫലമ്മ ഖറഅന, അങ്ങനെ ഞങ്ങൾ ഓതി എത്തിയപ്പോൾ, വഖറ റാക്കിഅൻ വ അനാബ എന്ന ഭാഗം എത്തിയപ്പോൾ, സജദ്ന ഞങ്ങൾ സുജൂദ് ചെയ്തു. സജദത്തൻ ഒരു സുജൂദ്, ശുക്രൻ ലില്ല അള്ളാഹുവിനോടുള്ള നന്ദി കാരണമായിട്ട്. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ നന്ദി കാരണമായിട്ട്, ലില്ലാഹി അള്ളാഹുവിനോട്. അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞു. ഇതിൽ നമ്മൾ ചുവന്ന നിറത്തിൽ എന്തൊക്കെ കണ്ടു? ഇജ്ലാലൻ ഉസ്താദിനോടുള്ള ബഹുമാനം കാരണത്താൽ അല്ലേ. റഗ്ബത്തൻ ആഗ്രഹം കാരണത്താൽ. ഖൗഫൻ ഭയം കാരണത്താൽ. തഹയ്യത്തൻ നമ്മുടെ അഭിവാദ്യം കാരണത്താൽ. ശുക്രൻ നന്ദി കാരണത്താൽ. ഇനി ഈ പദങ്ങളുടെയൊക്കെ മുമ്പുള്ള വേർബ് അല്ലെങ്കിൽ ഫിഅല് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇജ്ലാലൻ എന്നുള്ളതാണ് അല്ലേ. ബഹുമാനം കാരണത്താൽ. ബഹുമാനം കാരണത്താൽ എന്ത് ചെയ്തു എന്നാണ് മക്കളെ ആ സെൻറ്റൻസിൽ പറഞ്ഞത്? ഫഖുംന, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. അപ്പം ബഹുമാനം കാരണത്താൽ
എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യം ഇജ്ലാലൻ എന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇജ്ലാലൻ ബഹുമാനം കാരണത്താൽ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? എഴുന്നേറ്റ് നിന്നു എന്നാ പറഞ്ഞേ. ആ എഴുന്നേറ്റ് നിന്നു എന്നത് ഇജ്ലാലൻ എന്നതിൻ്റെ തൊട്ട് മുമ്പല്ലേ വന്നിട്ടുള്ളത്? മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പം ഫഖുംന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർബ്, ഒരു ഫിഅല്, ഒരു ക്രിയ ആദ്യം വരുന്നു. ആ ക്രിയ ചെയ്യാനുള്ള കാരണമായിട്ടാണ് ഇജ്ലാലൻ എന്നത് വന്നിട്ടുള്ളത് അല്ലേ? ആണല്ലോ. അപ്പോൾ എന്താ? ഇജ്ലാൽ എന്നുള്ളത് കാരണമാണ്. എന്തിനുള്ള കാരണമാണ്? അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഫിഅല് എന്തിനു വേണ്ടി ചെയ്തു എന്ന കാരണമാണ് ഇജ്ലാലൻ കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടെന്തായിരുന്നു ഒരു ചുവന്ന നിറത്തിൽ കൊടുത്തത്? റഗ്ബത്തൻ എന്നുള്ളതാണ് അല്ലേ? ആഗ്രഹം കാരണത്താൽ. അപ്പോൾ ആഗ്രഹം കാരണത്താൽ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേ? ദഅൽ ഉസ്താദ് ദുആ ചെയ്തു. അപ്പോൾ ഉസ്താദ് ദുആ ചെയ്യാനുള്ള കാരണമായിട്ടാണ് ഇവിടെ എന്ത് വന്നത്? റഗ്ബത്തൻ എന്നത് വന്നത്. കാരണം എന്താ? ഉസ്താദ് ദുആ ചെയ്യാൻ കാരണം എന്താ? രോഗം ഭേദമാകുമെന്ന പ്രതീക്ഷ ഉള്ളത് കാരണത്താലാണ്. അപ്പോൾ അവിടെയും റഗ്ബത്തൻ എന്നത് ഒരു പ്രവൃത്തിയുടെ ഉസ്താദ് ദുആ ചെയ്യാനുള്ളതിൻ്റെ കാരണമായിട്ട് വന്നതാണ്. ഇനി അടുത്ത ചുവന്ന നിറത്ത് കൊടുത്തത് എന്താണ്? ഖൗഫൻ എന്നുള്ളതാണ് അല്ലേ? ഭയം കാരണത്താൽ. അപ്പം ഭയം കാരണത്താൽ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ഫനശർന ഷംസിയത്ത, കുട നിവർത്തി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ഖൗഫൻ എന്നത് ഒരു കാരണമാണ്. ആ കാരണത്തിൻ്റെ തൊട്ട് മുമ്പ് എന്ത് വന്നു? ഞങ്ങൾ കുട നിവർത്തി എന്ന് വന്നു. അപ്പോൾ കുട നിവർത്താനുള്ള കാരണം ഭയമാണ്. അപ്പം ഭയം കാരണത്താൽ കുട നിവർത്തി. അപ്പം കുട നിവർത്തുക എന്നതിൻ്റെ കാരണമാണ് എന്ത്? ഖൗഫൻ, ഭയം ഉണ്ടാവുക എന്നത്. ഈ അടുത്തെന്താ? തഹയ്യത്തൻ എന്നുള്ളതാണ് അല്ലേ? തഹയ്യത്തൻ അഭിവാദ്യം കാരണത്താൽ. ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കരിക്കാൻ കാരണം എന്താണ്? തഹയ്യത്തലിൽ മസ്ജിദി, പള്ളിയോടുള്ള അഭിവാദ്യം കാണിക്കുക എന്നത് കാരണത്താലാണ്. അപ്പോൾ അവിടെ നിസ്കരിക്കുക എന്ന പ്രവൃത്തി നടക്കാനുള്ള കാരണമാണ് എന്ത്? തഹയ്യത്തലിൽ മസ്ജിദി, പള്ളിയോട് അഭിവാദ്യം കാണിക്കുക എന്നത്. പിന്നെ അവസാനത്തെ ചുവന്ന നിറത്ത് കൊടുത്തത് എന്താണ്? ശുക്രൻ ലില്ല എന്നുള്ളതാണ് അല്ലേ? അള്ളാഹുവിനോടുള്ള നന്ദി കാരണമായിട്ട്. അപ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി കാരണമായിട്ട് എന്താണ് ചെയ്തത്? സജദ്ന, ഞങ്ങൾ സുജൂദ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് എന്താ? ഈ ചുവന്ന നിറത്തിൽ കൊടുത്തതൊക്കെ അതിൻ്റെ തൊട്ട് മുമ്പ് വന്ന ഒരു പ്രവൃത്തിയുടെ കാരണം പറയുന്ന പദങ്ങളാണ്. ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിറാഫിഹ ദർസി കലിമാത്തിൻ മുലവ്വൻ അല്ലേ? പ്രത്യേകമായ നിറത്തിൽ കൊടുത്ത കുറച്ച് പദങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇജ്ലാലനുണ്ട്, റഗ്ബത്തനുണ്ട്, ഖൗഫനുണ്ട്, തഹയ്യത്തനുണ്ട്, ശുക്രനുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങളൊക്കെ ഇവിടെ പ്രത്യേക നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. കുല്ലുഹ മസാദിറു, ഇവകളെല്ലാം മസ്ദറുകളാണ്. അപ്പോൾ എന്താ മക്കളെ മസ്ദർ എന്ന് പറഞ്ഞാൽ? മസ്ദർ എന്ന് പറഞ്ഞാൽ ഒരു ഫീലിൻ്റെ അടിസ്ഥാന രൂപത്തിനാണ് എന്ത് പറയുക? മസ്ദർ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ് അല്ലേ? ഈ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഉണ്ടായത് എവിടുന്നാണെന്നറിയോ? ഫിഅലുൻ, പ്രവർത്തി അല്ലെങ്കിൽ പ്രവർത്തിക്കൽ എന്ന് പറയുന്ന ഫിഅലുൻ എന്ന പദത്തിൽ നിന്നാണ് ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅൽത, ഫഅല എന്ന് പറയുന്ന എല്ലാ രൂപങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫഅല എന്നുള്ളത് അടിസ്ഥാന രൂപമാണോ? അല്ല. ആ ഫഅലയുടെ അടിസ്ഥാന രൂപം ഏതാണ്? ഫിഅലുൻ എന്നുള്ളതാണ്. ഈ ഫിഅലുൻ എന്ന രൂപത്തിനാണ് എന്ത് പറയുക? മസ്ദർ എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ കണ്ടതെല്ലാം എന്താണ്? മസ്ദറുകളാണ്. ഫഅലയുടെ മസ്ദർ ഫിഅലുൻ എന്നതാണ് അല്ലേ? ശരിബ, ഷുർബ് എന്നുള്ളതാണ് അല്ലേ? ഖതല എന്നുള്ളത് ഖത്ലുൻ എന്നുള്ളതാണ്. പിന്നെ ഫതഹ, തുറന്നു എന്ന് പറയലുണ്ടല്ലോ, ഫത്ഹുൻ, തുറക്കൽ എന്നുള്ളതാണ് അതിൻ്റെ മസ്ദർ. അപ്പോൾ എല്ലാ ഫിഅലുകൾക്കും അതിൻ്റെ അടിസ്ഥാന രൂപങ്ങളായിട്ടുള്ള മസ്ദറുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട സാധനങ്ങളെല്ലാം വ്യത്യസ്തമായ ഫീലുകളുടെ മസ്ദറുകളാണ്. ഇപ്പോൾ ഇജ്ലാലൻ അതൊരു മസ്ദറാണ്. അജല്ല അല്ലേ? അജല്ല എന്ന് പറയുന്ന ഒരു ഫീലിൻ്റെ മസ്ദറാണ്. റഗ്ബത്തൻ, റഗിബ എന്ന് പറയുന്ന ഒരു ഫീലിൻ്റെ, ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഫീലിൻ്റെ മസ്ദറാണ് റഗ്ബത്ത്. ഖാഫ, ഭയപ്പെട്ടു എന്ന ഫീലിൻ്റെ മസ്ദറാണ് ഖൗഫ്. തഹയ്യത്ത്, ലഹയ്യ എന്ന് പറയുന്ന ഫീലിൻ്റെ മസ്ദറാണ് തഹയ്യത്ത്. പിന്നെ ശുക്രൻ, ശക്കറ എന്ന് പറയുന്ന ഫീലിൻ്റെ മസ്ദറാണ് ശുക്ർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? മസ്ദറുകളാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒരു ഫീലിൻ്റെ അടിസ്ഥാന രൂപത്തിനാണ് എന്ത് പറയുക? മസ്ദർ എന്ന് പറയുക. ഏതുപോലെ? ഫഅല പ്രവർത്തിച്ചു, ഫിഅല് പ്രവർത്തിക്കൽ, ഫതഹ തുറന്ന്, ഫത്ഹുൻ തുറക്കൽ,
ഖത്തല കൊന്നു, ഖത്ലുൻ കൊല്ലൽ. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന രൂപത്തിനാണ് മസ്ദർ എന്ന് പറയാം. ഇവിടെ വന്നതെല്ലാം എന്താണ്? മസ്ദർ ആയിട്ടുള്ള രൂപങ്ങളാണ്. അപ്പോൾ കുല്ലുഹാ മസാദിർ, ഇവകളെല്ലാം മസ്ദറുകളാണ്. തുബയ്യിനു, ഈ മസ്ദറുകളൊക്കെ വിശദീകരിക്കുന്നുണ്ട് സബബ വുഖൂഇൽ ഫിഅലി, ഫിഅൽ നടന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്നു. ഒന്ന് ഇജ്ലാലല്ലേ, എന്തിനാണ് കുട്ടികൾ എഴുന്നേറ്റ് നിന്നത്? ആ എഴുന്നേറ്റ് നിന്നതിൻ്റെ കാരണം ഇജ്ലാലൻ ലഹു, ഉസ്താദിനെ ബഹുമാനിക്കാനാണ് എന്നത് ഈ മസ്ദർ കൊണ്ട് അർത്ഥമാക്കുന്നു. ഉസ്താദ് ദുആ ചെയ്തത് എന്ത് കാരണമായിട്ടാണ്? റഗ്ബത്തൻ ഫി ഷിഫായി, ഷിഫാഇനെ പ്രതീക്ഷിച്ചത് കാരണമായിട്ടാണ് എന്ന് ദുആഇൻ്റെ കാരണം പറയുന്നതാണ് റഗ്ബത്ത് എന്ന മസ്ദർ. പിന്നെ അടുത്തെന്താണ്? ഞങ്ങൾ കുട നിവർത്തി, ആ നിവർത്താനുള്ള കാരണം വിശദീകരിക്കുന്നുണ്ട് ഖൗഫൻ മിനൽ ബർലി, ഖൗഫൻ എന്ന് പറയുന്ന മസ്ദർ. എന്താണ് കുട നിവർത്താൻ കാരണം? പിന്നെ നനയുമെന്ന് പേടിച്ചത് കാരണത്തിൽ അല്ലേ, കാരണം കൊണ്ട്, നനയുമെന്ന ഭയം കാരണമായിട്ട്. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. എന്ത്? തഹിയ്യത്തൻ എന്ന മസ്ദർ. എന്തിനാണ് നിസ്കരിച്ചത്? പള്ളിയോടുള്ള അഭിവാദ്യം കാരണമായിട്ട്. പിന്നെ നമ്മൾ അവസാനം എന്തിനാണ് സുജൂദ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്താ സുജൂദ് ചെയ്യാനുള്ള കാരണം പറയുന്നത്? ശുക്രൻ എന്ന് പറയുന്ന മസ്ദർ സുജൂദ് ചെയ്യാനുള്ള കാരണത്തെ സൂചിപ്പിക്കുന്നു. എന്താ ശുക്രൻ എന്ന് പറഞ്ഞാൽ? നന്ദി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം മസ്ദറുകളാണ്. ഈ മസ്ദറുകളെല്ലാം അതിൻ്റെ മുമ്പ് വന്ന ഫിഅൽ എന്തിനു വേണ്ടി ചെയ്തു എന്ന കാരണം വിശദീകരിക്കുന്നുണ്ട്. വയുഖാലു ലഹ, ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നു, ആ പ്രവൃത്തി നടന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്ന മസ്ദറുകൾ അതിൻ്റെ ശേഷം വന്നാൽ ഇവകൾക്കെല്ലാം നമ്മൾ പറയും മഫ്ഊലുൻ ലഹു എന്ന് പറയും. എന്താ മക്കളെ മഫ്ഊലുൻ ലഹു? ഒരു പ്രവൃത്തി നടന്നു, ആ പ്രവൃത്തിയെ വിശദീകരിക്കാൻ വേണ്ടി ഒരു മസ്ദർ വരുന്നു, ആ മസ്ദറിനെ നമ്മൾ പറയും മഫ്ഊലുൻ ലഹു. കുട്ടികൾ പഠിക്കുന്നു പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി. കുട്ടികൾ പഠിക്കാനുള്ള കാരണം പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ ആ വിജയിക്കാൻ വേണ്ടി എന്ന കാരണത്തെയാണ് മഫ്ഊൽ ലഹു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി മാത്രമാവരുത് പഠനം, ജീവിതത്തിൽ പകർത്താൻ കൂടി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നു, ആ പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കുന്ന ഒരു മസ്ദർ ശേഷം വരുന്നു. ആ മസ്ദറിനെയാണ് നമ്മൾ എന്ത് പറയുക? മഫ്ഊലുൻ ലഹു എന്ന് പറയാം. ഫൽ മഫ്ഊലു ലഹു, അപ്പോൾ മഫ്ഊലുൻ ലഹു എന്നത് മസ്ദറുൻ. അപ്പോൾ ചോദിക്കും മക്കളെ, എന്താണ് മഫ്ഊലുൻ ലഹു എന്ന് ചോദിക്കും. നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്താ? ഈ മസ്ദറുകളാണ് മഫ്ഊലുൻ ലഹു. മഫ്ഊലുൻ ലഹു എന്ന് പറയുന്നത് മസ്ദറുകളാണ്. മസ്ദറുകൾ എന്ന് പറഞ്ഞാൽ ഫേലിൻ്റെ അടിസ്ഥാന രൂപങ്ങളാണ്. അപ്പോൾ എന്താണ് മഫ്ഊലുൻ ലഹു എന്ന് ചോദിച്ചാൽ മക്കൾ പറയുക എന്ത്? മസ്ദറുൻ, ഇവകളെല്ലാം മസ്ദറുകളാണ്. യുബയ്യിനു, വിശദീകരിക്കുന്ന മസ്ദറുകളാണ്. സബബ വുഖൂഇൽ ഫീലി, പ്രവൃത്തി നടന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്ന മസ്ദറുകളെയാണ് മഫ്ഊലുൻ ലഹു എന്ന് പറയുക. ഒന്നുകൂടെ എന്താണ്? മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലി അല്ലദീ ഖബ്ലഹു, അല്ലെ തൊട്ട് മുമ്പ് വന്ന ഫിഅൽ എന്തിനു വേണ്ടി നടന്നു, എന്തിനു വേണ്ടി ചെയ്തു എന്ന് വിശദീകരിക്കുന്ന മസ്ദറുകളെയാണ് എന്ത് പറയുക? മഫ്ഊലുൻ ലഹു എന്ന് പറയുക. വഹുവ മൻസൂബുൻ, അതെന്താണ് മക്കളെ? മൻസൂബാണ്. കാരണം മഫ്ഊലുൻ ബിഹി മൻസൂബാണ്, നസ്ബ് കിട്ടുന്ന സാധനമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിൻ്റെ ശേഷം ഇന്നലെ നമ്മൾ പറഞ്ഞു മഫ്ഊലുൻ ഫീഹി. ഈ മഫ്ഊൽ എന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കുക അതെന്താണ്? നസ്ബ് കിട്ടുന്ന സാധനമാണ്. അപ്പം മഫ്ഊലുൻ ബിഹി ആയാലും ഇന്നലെ പറഞ്ഞ മഫ്ഊലുൻ ഫീഹി ആയാലും ഇപ്പോൾ നമ്മൾ പറയുന്ന മഫ്ഊലുൻ ലഹു ആണെങ്കിലും മഫ്ഊലായതുകൊണ്ട് ഇവകൾക്കെല്ലാം എന്തായിരിക്കും? നസ്ബായിരിക്കും, അഥവാ ഫത്ഹായിരിക്കും ഉണ്ടാവുക. ഇനിയോട് ബൈത്ത് കൊടുത്തിട്ടുണ്ട്. യുൻസബു മഫ്ഊലൻ ലഹുൽ മസ്ദറു ഇൻ അബാന തഅലീലൻ കജുദ് ശുക്രൻ വദിൻ. അപ്പോൾ യുൻസബു മഫ്ഊലുൻ ലഹു, മഫ്ഊലുൻ ലഹുവിന് മക്കളെ എപ്പോഴും എന്തായിരിക്കും? നസ്ബായിരിക്കും. അൽ മസ്ദറിലെ മസ്ദറായിട്ട് വരുന്ന മഫ്ഊലുൻ ലഹുവിന് എപ്പോഴും എന്തായിരിക്കും? നസ്ബായിരിക്കും ഉണ്ടാവുക. ഇൻ അബാന, ഈ മസ്ദറായിട്ട് വരുന്ന മഫ്ഊലുൻ ലഹു വിശദീകരിക്കുകയാണെങ്കിൽ, തഅലീലൻ കാരണത്തെ വിശദീകരിക്കുകയാണെങ്കിൽ, അപ്പം മുമ്പ് നടന്ന പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കുന്ന മസ്ദറാകുന്ന മഫ്ഊൽ ലഹുവിന് എപ്പോഴും നസ്ബായിരിക്കും. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കജുദ്, നീ ഔദാര്യം കാണിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ശുക്രൻ, നന്ദി കാരണമായിട്ട്. വദിൻ, അതോടൊപ്പം തന്നെ നീ നന്നായിട്ട് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്ന്. അപ്പോൾ ഇവിടെ ജുദ്, നീ ഔദാര്യം ചെയ്യുക എന്നതൊരു പ്രവൃത്തിയാണ് അല്ലേ. ആ പ്രവൃത്തിയുടെ കാരണം വിശദീകരിക്കുന്ന മസ്ദറാണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശുക്രൻ എന്നുള്ളത് എന്താണ്? അത് മഫ്ഊലുൻ ലഹു ആണ് അല്ലേ. ആ മഫ്ഊലുൻ ലഹു ആയിട്ടുള്ള
ശുക്രൻ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാം, അത് കാരണമാണ്, അഥവാ അത് മഫ്ഊലുൽ ലഹു ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നോക്കുക, കുറച്ച് തദ്രീബാത്ത് കൊടുത്തിട്ടുണ്ട്. നുലാഹിദുൽ അംസലത ലിൽ മഫ്ഊൽ ലഹു, മഫ്ഊൽ ലഹുവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കിവിടെ നോക്കാം. ഒന്ന് ലറബൽ വാലിദു, പിതാവ് അടിച്ചു, വലദഹു കുട്ടിയെ അടിച്ചു, തഅദീബൻ അദബ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ മക്കളെ ഇത് ചിലപ്പോൾ തെർജിം എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. എന്താണ് ഇതിൻ്റെ പരിഭാഷപ്പെടുത്താൻ വേണ്ടി വരും. അതുകൊണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും അർത്ഥങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഓരോ എക്സാമ്പിളിൻ്റെ അർത്ഥം നന്നായിട്ട് പഠിക്കുക. ലറബൽ വാലിദു രക്ഷിതാവ് അടിച്ചു, വലദഹു കുട്ടിയെ അടിച്ചു, തഅദീബൻ എന്തിനു വേണ്ടിയിട്ട്, അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അടിച്ചു എന്നതിൻ്റെ കാരണം എന്താണ്, അദബ് പഠിപ്പിക്കലാണ്. അപ്പോൾ ഈ തഅദീബൻ എന്നുള്ളത് എന്താണ്, അത് മസ്ദറാണ്. ആ മസ്ദറിനെ നമുക്ക് എന്ത് പറയാം, മഫ്ഊലുൽ ലഹു എന്ന് പറയാം. അതെന്താണ്, അതിനെന്ത് കിട്ടിയിട്ടുണ്ട്, നസ്ബ് കിട്ടിയിട്ടുണ്ട്. അത് ഹറബ സായിറു, സന്ദർശകൻ ടൂറിസ്റ്റ് ഓടി, മിനൽ ഗാബത്തി കാട്ടിൽ നിന്ന് ഓടി, ഖൗഫം മിനൽ വുഹൂഷി വന്യജീവികളെ ഭയന്നത് കാരണമായിട്ട്. അപ്പോൾ അവിടെ ഖൗഫൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭയന്നത് കാരണത്താൽ എന്നുള്ളതാണ് അല്ലേ. അത് മസ്ദറാണ്, അത് മഫ്ഊലുൽ ലഹു ആണ്. അതിനെന്ത് കിട്ടിയിട്ടുണ്ട്, നസ്ബ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് യുസാഇദുൽ ഗനിയോ, സമ്പന്നൻ പണക്കാരൻ സഹായിക്കുന്നു, അൽ മഹ്റൂമ ഒന്നുമില്ലാത്തവനെ ദരിദ്രനെ സഹായിക്കുന്നു, ഹുബ്ബൻ ലില്ലാ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായിട്ട്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായിട്ട് എന്ത് ചെയ്യുന്നു, പണക്കാരൻ പാവപ്പെട്ടവനെ സഹായിക്കുന്നു. ഇനി അടുത്ത് നോക്കുക, യജ്അലൂന അസാബിഅഹും, അവർ അവരുടെ വിരലുകളെ വെക്കുന്നു, ഫി ആദാനിഹിം അവരുടെ ചെവികളിൽ, ഹദറൽ മൗത്തി മരണം ഭയന്നത് കാരണത്താൽ. അപ്പോൾ ഇവിടെ ഹദറ, അപ്പം ആൾക്കാർ അവരുടെ ചെവികളിൽ ഇങ്ങനെ വിരൽ വെക്കാൻ കാരണം എന്താണ്, ഹദറൽ മൗത്തി മരണം ഭയന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഹദറ എന്ന് പറഞ്ഞാൽ മസ്ദറാണ്. ആ മസ്ദർ എന്തിനെ വിശദീകരിക്കുന്നുണ്ട്, വിരലുകൾ ചെവിയിൽ വെക്കാനുള്ള കാരണത്തെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കാരണം വിശദീകരിക്കുന്ന ഈ മസ്ദറിനെ നമുക്ക് എന്ത് പറയാം, മഫ്ഊലുൽ ലഹു എന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഇനി ഇവിടെ നോക്കുക, നുകമ്മില ബിൽ മഫ്ഊലിൽ ലഹു അൽ മുനാസിബി, അനുയോജ്യമായ മഫ്ഊലുൽ ലഹു കൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ പൂരിപ്പിക്കുക. അഹ്ദൈതു ഇലാ ഉസ്താദി ജായിസത്തൻ, ഞാൻ എൻ്റെ ഉസ്താദിന് ഒരു സമ്മാനം നൽകി. എന്തിനു വേണ്ടിയിട്ട്, ഡേഷ് ലഹു അല്ലേ. അവിടെ ഇക്റാമൻ എന്നുണ്ട്, ഖൗഫൻ എന്നുണ്ട്, ഇക്റാമുൻ എന്നുണ്ട്. ആ 3 ഓപ്ഷനുകളിൽ 2 എണ്ണത്തിനാണ് എന്തുള്ളത്, നസ്ബ് ഉള്ളത് അല്ലേ. ഒന്ന് ഇക്റാമനും ഒന്ന് ഖൗഫനും. അപ്പോൾ അതിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ ഉത്തരം. കാരണം എന്താ, നമ്മുടെ കാരണം വിശദീകരിക്കുന്ന മസ്ദറായിട്ട് വരുന്ന മഫ്ഊലുൽ ലഹുവിന് നസ്ബ് കിട്ടണം. അപ്പോൾ ഇതിൽ 2 മാത്രമേ നസ്ബുള്ളൂ. നസ്ബ് കിട്ടാത്തത് എന്തായാലും ഉത്തരം ആകൂല. ആ 2 ഒന്ന് ഇക്റാമൻ ബഹുമാനിച്ചത് കാരണം എന്നാണ്, മറ്റൊന്ന് ഖൗഫൻ ഭയം കാരണം എന്നാണ്. അപ്പോൾ നമ്മൾ ഉസ്താദിന് സമ്മാനം കൊടുക്കുക പേടിച്ചിട്ടല്ലല്ലോ, ഒരു ബഹുമാനം കൊണ്ടല്ലേ. അപ്പോൾ അവിടെ ഇക്റാമൻ ലഹു എന്നാണ് ഉത്തരം വരിക. പിന്നെ അടുത്ത് എന്തായിരുന്നു, സുർത്തുൽ ഖബറ ഷരീഫ ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് ഞാൻ സന്ദർശിച്ചു അല്ലേ. ആ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അപ്പോൾ നബി തങ്ങളുടെ ഖബർ ഷരീഫ് ഞാൻ സന്ദർശിച്ചു. അപ്പോൾ അവിടെ നോക്കുക, അപ്പോൾ ഖബർ സന്ദർശിക്കാൻ കാരണം എന്താണ്, 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റഗ്ബത്തൻ, ഹുബ്ബൻ, ഹുബ്ബിൻ. റഗ്ബത്ത് എന്നതിൽ ആഗ്രഹം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആഗ്രഹം കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഖബർ സന്ദർശിക്കാൻ കഴിയില്ല. ഹുബ്ബൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കാരണമായിട്ടാണ്. ഹുബ്ബിൻ എന്നാൽ അവിടെ നസ്ബല്ല, ജറാണ്. അപ്പോൾ ഹുബ്ബിൻ ഒരിക്കലും ശരിയാകില്ല. പിന്നെ റഗ്ബത്തൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാരണത്താൽ എന്നുള്ളതാണ്. ആഗ്രഹം കാരണത്താൽ, ആഗ്രഹം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഖബർ സന്ദർശിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ്, ഹുബ്ബൻ ഇഷ്ടം കാരണമായിട്ടില്ല, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കാരണമായിട്ട് ഖബർ സന്ദർശിച്ചു. അപ്പോൾ അവിടെ ഹുബ്ബൻ എന്നുള്ളതാണ് ശരി ഉത്തരം വരിക. ഇനി സ്വല്ലൈന റക്അത്തൈനി, ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു, ഡേഷ് ലില്ലാഹി അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, അള്ളാഹുവിനോടുള്ള എന്തോ കാരണത്താൽ ഞങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ഒന്ന് തഹയ്യത്തിൻ എന്നുണ്ട്, അവിടെ നിങ്ങൾ നോക്കൂ, അവിടെ കെസറാണ് അഥവാ ജറാണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫീലിൻ്റെ കാരണം വിശദീകരിക്കുന്ന മഫ്ഊലുൽ ലഹുവിനെ നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയൂല. അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയൂല, അതിനെ നമുക്ക് ജറിനെ നമുക്ക് മഫ്ഊലുൽ ലഹു ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തഹയ്യത്തിൻ എന്നത് ശരിയാവില്ല. പിന്നെ ശുക്രൻ എന്നുണ്ട്, ഖൗഫൻ എന്നുണ്ട് അല്ലേ. ശുക്രൻ എന്ന് പറഞ്ഞാൽ നന്ദി കാരണമായിട്ടാണ്, ഖൗഫൻ ഭയം കാരണമായിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചത് എന്തുകൊണ്ടാണ്, ശുക്രനില്ല അല്ലേ, അള്ളാഹുവിനോടുള്ള
നന്ദി കാരണമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു അല്ലേ, നന്ദി കാരണമായിട്ട് നമ്മൾ നിസ്കരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ശുക്രൻ എന്നതാണ് ശരിയായിട്ട് വരിക. പിന്നെ യുരീക്കുക്കുമുൽ ബർക്ക അല്ലെ, അള്ളാഹു നിങ്ങൾക്ക് മിന്നലിനെ കാണിച്ചു തരുന്നു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുക, ഒന്ന് ഹൗഫൻ വത്തമാൻ ഉണ്ട്, പിന്നെ ഹൗഫുൻ വത്തമാൻ എന്നുള്ളതുണ്ട്, പിന്നെ ഹൗഫിൻ വത്തമാൻ എന്നുള്ളതുണ്ട്. അപ്പോൾ അവിടെ നോക്കുക, അത് രണ്ടും എന്താണ്, മഫ്ഊൽ ലഹു ആണ്. അപ്പോൾ അതിൽ നെസ്ബ് വരുന്നത് എവിടെയാണ്, ഹൗഫൻ വത്തമ എന്നുള്ളിടത്താണ് എന്ത് വരുന്നത്, നെസ്ബ് വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ രണ്ടിനും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് അവിടെ ബാക്കി എല്ലായിടത്തും ഓരോ നല്ല തന്നത്, ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ടല്ലോ. അതെന്താ, ഈ 2 മഫ്ഊൽ ലഹു അവിടെ വരുന്നുണ്ട് കേട്ടോ, ഈ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനും നെസ്ബ് ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഹൗഫൻ വത്തമ എന്നുള്ളതാണ് രണ്ടിനും അവിടെ നെസ്ബ് കിട്ടിയിട്ടുള്ളത്. ഹൗഫുൻ വത്തമ എന്നുള്ളത് ആദ്യത്തേന് എന്താണ്, റഫ് ആണ്, ലമ്മാണ്. രണ്ടാമത്തെ രണ്ടിനും ജറാണ്. അപ്പോൾ അവിടെ രണ്ടിനും നെസ്ബ് കിട്ടുന്ന ഹൗഫൻ വത്തമാൻ അല്ലേ, ഭയവും ആഗ്രഹവും കാരണത്താൽ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരിക. അപ്പോൾ യുരീക്കുമുൽ ബർക്ക അല്ലെ, അള്ളാഹു നിങ്ങൾക്ക് മിന്നലിനെ കാണിച്ചു തരുന്ന, മിന്നൽ ഹൗഫൻ വത്തമാൻ അല്ലേ. ചിലപ്പോൾ അതെന്തായിരിക്കും, ഒരു ഭയം കാരണമായിട്ട്, ഒരു ഭയമാണ് നമുക്ക് ഉണ്ടാവുക മിന്നൽ കാണുമ്പോൾ. ചില സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, കാരണം മഴ പെയ്തിട്ട് നമുക്ക് വെള്ളം കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഹൗഫൻ വത്തമാൻ എന്നുള്ളതാണ് അവിടെ ശരി ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തെന്താണ്, യജ്അലൂന അസ്വാബിഅഹും ഫി ആദാനിഹിം, അവർ അവരുടെ വിരലുകളെ ചെവിയിൽ വെക്കുന്നു, എന്താണ്, ഡാഷ് അൽ മൗത്തി അല്ലേ. അപ്പോൾ അവിടെ വിരൽ വെക്കാനുള്ള കാരണമാണ് നമ്മൾ ബ്രാക്കറ്റ് നോക്കി എടുക്കേണ്ടത്. ഒന്ന് ഹദറ ഉണ്ട്, ഹദരി ഉണ്ട്, ഹദറുൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ 3 ഒന്ന് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ. കാരണം എന്താ, കാരണം വിശദീകരിക്കുന്ന മസ്തർ എപ്പോഴും നെസ്ബ് കിട്ടണം. അവിടെ നെസ്ബ് കൊടുത്ത് ഏതിന് മാത്രമാണ്, ഹദറ എന്നതിന് മാത്രമാണ്. അപ്പോൾ അവിടെ ശരി ഉത്തരം ഏതാണ്, ഹദറൽ മൗത്തി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നുഅരിബു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നുതർജിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, അത് നമ്മൾ അറബിയിലുള്ളത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 വർക്കുകളും ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അത് ആ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതിയിട്ട് ഉസ്താദിന് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെറ്റിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് ലൈവ് ക്ലാസ്സായിട്ട് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇന്നിങ്ങനെ എടുക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാവരും ഉസ്താദിനോട് പൊറുക്കുക, ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.